ഒരു ഇന്റർവ്യൂവിന് പോയിട്ട് നിങ്ങളെ മാത്രം ഒഴിവാക്കി ബാക്കി എല്ലാവർക്കും ജോലി കൊടുത്താൽ നിങ്ങൾക്ക് എന്തു തോന്നും? സങ്കടമോ അതോ അപമാനമോ? KFC ചൈനയിൽ വന്നപ്പോ 24 പേർ ജോലിക്ക് അപേക്ഷിച്ചു. 23 പേർക്കും ജോലി കിട്ടി. ഒരാളെ മാത്രം അവർ വലിച്ചെറിഞ്ഞു. ലോകത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയായ ഹാർവാർഡ് 10 തവണയാണ് അയാളെ നിരസിച്ചത്. 10 തവണ. പോലീസിൽ ചേരാൻ പോയപ്പോൾ നിനക്കൊന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് അവർ അയാളെ അപമാനിച്ചു വിട്ടു. തുടർച്ചയായി 30 വ്യത്യസ്ത ജോലികളിൽ നിന്നും ചവിട്ടി പുറത്താക്കപ്പെട്ട ആ നിരസിക്കപ്പെട്ടവന്റെ പേരാണ് ജാക്ക് മാ. സമൂഹം നിങ്ങളെ പരാജയമെന്ന് മുദ്രകുത്തുമ്പോൾ സ്വന്തം കഴിവിലുള്ള വിശ്വാസം നഷ്ടപ്പെടുക എന്നത് മനുഷ്യസഹജമാണ്. അവിടെ വെച്ച് പിന്മാറുന്നവരാണ് 99.9% ആളുകളും. പക്ഷേ അയാൾ ആ 0.1% കാറ്റഗറിയിലുള്ളവനായിരുന്നു. ലോകം മുഴുവൻ നിനക്കെതിരെ നിന്നാലും നീ നിന്നെ വിശ്വസിച്ചാൽ എന്ത് സംഭവിക്കുമെന്നതിൻ്റെ ജീവിക്കുന്ന തെളിവാണ് അയാളുടെ ജീവിതം. തോൽവികളുടെ ഘോഷയാത്രയ്ക്ക് ശേഷം അയാൾ പതിച്ച ഒരേയൊരു സത്യം ഇതാണ്: നിങ്ങൾ വീണുപോയാൽ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ആരും വരില്ല. പണമില്ല, സ്വാധീനമില്ല, പിൻബലമില്ല. പ്രതിമാസം വെറും $12, ഏകദേശം 1000 രൂപ ശമ്പളത്തിന് ഒരു ഇംഗ്ലീഷ് അധ്യാപകനായി അയാൾക്ക് പണിയെടുക്കേണ്ടി വന്നു. സാധാരണക്കാരായ 99.9% ആളുകളും ആ ചെറിയ കംഫർട്ട് സോണിൽ ഒതുങ്ങും. അവിടെയാണ് ഈ സിസ്റ്റത്തിന്റെ ഡാർക്ക് സൈക്കോളജി വിജയിക്കുന്നത്. നിങ്ങളെ എക്കാലവും ഒരു ശരാശരിക്കാരനായി നിലനിർത്താനാണ് ഈ സമൂഹം ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അയാൾ തന്റെ ലക്ഷ്യം മറന്നിരുന്നില്ല. 1995-ൽ അമേരിക്കയിലേക്കുള്ള ഒരു യാത്രയിലാണ് അയാൾ ആദ്യമായി ആ വാക്ക് കേൾക്കുന്നത്: ഇന്റർനെറ്റ്. കമ്പ്യൂട്ടറിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലാതിരുന്ന അയാൾ അതിൽ ബിയർ എന്ന് സെർച്ച് ചെയ്തു. ചൈനയിൽ നിന്നുള്ള ഒരൊറ്റ വിവരവും അതിലുണ്ടായിരുന്നില്ല. അവിടെയാണ് മറ്റാരും കാണാത്തൊരു ലോകം അയാൾ കണ്ടത്. പ്രതിസന്ധികൾക്കിടയിലും അവസരങ്ങൾ കണ്ടെത്തുക എന്നതാണ് യഥാർത്ഥ 0.1% മൈൻഡ്സെറ്റ്. കോഡിംഗ് അറിയില്ല, ടെക്നോളജി അറിയില്ല, പക്ഷേ ഭാവിയെക്കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാട് അയാൾക്കുണ്ടായിരുന്നു. ആ വലിയ സ്വപ്നം സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ അവർ അയാളെ നോക്കി വീണ്ടും അപഹസിച്ചു ചിരിച്ചു. സ്വന്തം വീട്ടിലേക്ക് 24 സുഹൃത്തുക്കളെ വിളിച്ചുവരുത്തി തന്റെ പുതിയ ആശയം പറഞ്ഞപ്പോൾ 23 പേരും പറഞ്ഞത് ഇതൊരിക്കലും നടക്കില്ല എന്നാണ്. മനുഷ്യന്റെ മനഃശാസ്ത്രം അതാണ്. അവർക്ക് മനസ്സിലാവാത്ത എന്തിനേയും അവർ ഭയക്കും, ഒപ്പം നിങ്ങളെയും താഴേക്ക് വലിച്ചിടും. അവിടെയാണ് വെറും മോട്ടിവേഷനുകൾക്കപ്പുറം അച്ചടക്കവും സ്ഥിരോത്സാഹവും ആവശ്യമായി വരുന്നത്. 1999-ൽ സ്വന്തം അപ്പാർട്ട്മെന്റിൽ അവശേഷിച്ച 17 പേരെ സംഘടിപ്പിച്ച് അയാൾ ആലിബാബ എന്ന കമ്പനിക്ക് രൂപം നൽകി. സ്വപ്നം കണ്ടതുകൊണ്ടായില്ല, യാഥാർത്ഥ്യം വളരെ ക്രൂരമായിരുന്നു. ആദ്യത്തെ 3 വർഷം കമ്പനിക്ക് ₹1 ലാഭം പോലും ഉണ്ടായില്ല. 3 വർഷം ഒരു വരുമാനവുമില്ലാതെ ജോലി ചെയ്യാൻ നിങ്ങളാണെങ്കിൽ തയ്യാറാകുമോ? ഇല്ല. കാരണം ദ 0.1% മൈൻഡ്സെറ്റ് എന്നതിൻ്റെ യഥാർത്ഥ വില കൊടുക്കാൻ എല്ലാവർക്കും കഴിയില്ല. എല്ലാവരും ഉപേക്ഷിച്ചു പോകുന്ന ആ പോയിന്റിൽ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് കേവലം ആഗ്രഹങ്ങളല്ല, വിട്ടുവീഴ്ചയില്ലാത്ത അച്ചടക്കം മാത്രമാണ്. കഷ്ടപ്പാടുകൾക്കൊടുവിൽ റെസ്റ്റോറന്റുകളിൽ പോകുമ്പോൾ അപരിചിതരായ ആളുകൾ അവരുടെ ബില്ലടച്ചിട്ട് പോയി തുടങ്ങി. കാരണം ആലിബാബ അവരുടെ ജീവിതം മാറ്റിമറിച്ചിരുന്നു. എന്നാൽ യഥാർത്ഥ യുദ്ധം തുടങ്ങാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അമേരിക്കൻ ഭീമനായ ഈബേ ചൈനീസ് മാർക്കറ്റ് പിടിച്ചെടുക്കാൻ വന്നപ്പോൾ ആലിബാബ തകരുമെന്ന് ലോകം മുഴുവൻ വിധിയെഴുതി. പണവും അധികാരവുമുള്ള വലിയ സ്രാവുകൾക്കു മുന്നിൽ പിടിച്ചു നിൽക്കാൻ വെറും ആവേശമല്ല, ബുദ്ധിയാണ് വേണ്ടത്. അതാണ് ബിസിനസ്സിലെ ഡാർക്ക് സൈക്കോളജി. ഈബേ സമുദ്രത്തിലെ സ്രാവാണ്, ഞാനൊരു മുതലയും. നമ്മൾ കടലിൽ വെച്ച് യുദ്ധം ചെയ്താൽ ഞാൻ തോൽക്കും, പക്ഷേ പുഴയിൽ വെച്ചാണെങ്കിൽ ഞാൻ ജയിക്കും. വർഷങ്ങൾ നീണ്ട പോരാട്ടം. സിലിക്കൺ വാലിയിലെ കോടീശ്വരന്മാർക്ക് മുന്നിൽ ഈ സാധാരണക്കാരൻ ഒരിക്കലും മുട്ടുകുത്തിയില്ല. ഒടുവിൽ എന്തു സംഭവിച്ചു? പൊരുതാൻ നിൽക്കാതെ ആ അമേരിക്കൻ ഭീമന് ചൈന വിട്ടോടേണ്ടി വന്നു.
അത് ഭാഗ്യമല്ല, പക്കാ സ്ട്രാറ്റജിയാണ്. അവിടെ നിന്നാണ് ആലിബാബ ഇന്നത്തെ കാണുന്ന കോടികളുടെ സാമ്രാജ്യമായി വളർന്നത്. ലോകം മുഴുവൻ ആ പേര് ഭയത്തോടെ കേട്ടുതുടങ്ങി. വിജയമൊരു മാജിക്കല്ല, നിരന്തരമായ വേദനകളിലൂടെയും അപമാനങ്ങളിലൂടെയും കടന്നുപോകുമ്പോൾ രൂപപ്പെടുന്ന ഇരുമ്പിന്റെ കരുത്തുള്ളൊരു മനസ്സിന്റെ ഫലമാണത്. 99.9% ആളുകളും ഒഴിവുകഴിവുകൾ പറയുമ്പോൾ ഈ 1% ആളുകൾ തങ്ങളുടെ പരാജയങ്ങളെ ആയുധമാക്കി മാറ്റുന്നു. അതാണവരുടെ സീക്രട്ട്. ഇനി നിങ്ങളോടെനിക്ക് ഒറ്റക്കാര്യമേ ചോദിക്കാനുള്ളൂ. ജാക്ക് മാ വിജയിച്ചത് അയാൾക്ക് അസാമാന്യ ബുദ്ധിയോ കഴിവോ ഉണ്ടായിരുന്നതുകൊണ്ടല്ല. ഒരിക്കലും തോൽവി സമ്മതിക്കാൻ തയ്യാറാകാത്ത ഭ്രാന്തമായൊരു മനസ്സയാൾക്കുണ്ടായിരുന്നു. ഇനി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. പണമില്ല, സമയമില്ല, ആളുകൾ കളിയാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എത്ര തവണ നിങ്ങൾ ഒഴിവുകഴിവുകൾ, എക്സ്ക്യൂസസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ നിമിഷം നിങ്ങൾ അനുഭവിക്കുന്ന വേദനയും അപമാനവും ഒരു കാരണമായി കണ്ട് കരഞ്ഞിരിക്കണോ അതോ അതൊരു ആയുധമാക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. 99.9% ആളുകളും ഇവിടെ വെച്ച് വീഡിയോ സ്കിപ്പ് ചെയ്ത് അടുത്ത എൻ്റർടൈൻമെൻറ്റിലേക്ക് പോകും. അവർ ജനിച്ചതും മരിക്കുന്നതും ആ ശരാശരി ജീവിതത്തിൽ മാത്രമായിരിക്കും. എന്നാൽ നിങ്ങൾ ആ 0.1% കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ പരാതികൾ പറയുന്നത് നിർത്തി പണിയെടുക്കാൻ തുടങ്ങുക. മോട്ടിവേഷൻ മരിക്കും, എന്നാൽ അച്ചടക്കം നിലനിൽക്കും. ലോകം നിങ്ങളെ നിരസിക്കുമ്പോൾ ഓർക്കുക, അത് നിങ്ങളെ തകർക്കാനല്ല, നിങ്ങളെ വാർത്തെടുക്കാനാണ്. ആ ക്രൂരമായ യാഥാർത്ഥ്യങ്ങളെ നേരിടാൻ തയ്യാറാവുക. ഒന്നുകൂടെ ഓർക്കുക, നിങ്ങൾ എപ്പോൾ നിർത്തുന്നുവോ അപ്പോഴാണ് നിങ്ങൾ ശരിക്കും പരാജയപ്പെടുന്നത്. കളി തുടങ്ങിയിട്ടേയുള്ളൂ. ഇത് വെറുമൊരു കഥയല്ല, നിങ്ങളെ ഉണർത്താനുള്ളൊരു മുന്നറിയിപ്പാണ്. മാസം വെറും 1000 രൂപ ശമ്പളത്തിൽ തുടങ്ങിയ ആ പഴയ ഇംഗ്ലീഷ് ടീച്ചറുടെ ഇന്നത്തെ ആസ്തി എത്രയാണെന്നറിയാമോ? ഏകദേശം 2.5 ലക്ഷം കോടിയിലധികം രൂപ. $30 ബില്യൺ. ഇത് ഭാഗ്യം കൊണ്ട് ആകാശത്ത് നിന്ന് വീണതല്ല. ചോരയും നീരും കൊടുത്ത് അപമാനങ്ങളെ ചവിട്ടുപടിയാക്കി അയാൾ പടുത്തുയർത്തിയ സാമ്രാജ്യമാണ്. നമ്മൾ അയാളിൽ നിന്ന് പഠിക്കേണ്ട ഒരേയൊരു പാഠം ഇതാണ്: ഈ ലോകം നിങ്ങളെ എത്ര തവണ വലിച്ചെറിഞ്ഞാലും നിങ്ങളെ വിശ്വസിക്കാൻ നിങ്ങൾ മാത്രമേ ഉണ്ടാകൂ. നിങ്ങളുടെ ജീവിതത്തിലും ഇന്ന് പ്രതിസന്ധികളാണോ? പരാജയങ്ങൾ കാരണം ചുറ്റുമുള്ളവർ നിങ്ങളെ എഴുതിത്തള്ളിയോ? എങ്കിൽ അത് അവസാനമല്ല, തുടക്കമാണ്. ഈ 99.9% സാധാരണക്കാരുടെ കൂട്ടത്തിൽ നിന്ന് മാറി നടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള എൻ്റെ The 0.1% മൈൻഡ്സെറ്റ് എന്ന ഇ-ബുക്ക് ഡൗൺലോഡ് ചെയ്യുക. ഇത് നിങ്ങളെ സുഖിപ്പിക്കാനുള്ളതല്ല, യാഥാർത്ഥ്യം കാണിച്ചു തരുന്ന ആയുധമാണ്. ഇത് വായിച്ച് ജീവിതത്തിൽ മാറ്റം വന്നവരുടെ വാക്കുകൾ നിങ്ങൾ തന്നെ കണ്ടോളൂ. യാഥാർത്ഥ്യങ്ങളെ അതിൻ്റെ ഏറ്റവും പച്ചയായ രൂപത്തിൽ അറിയാനും ഒരു വിജയിയുടെ മൈൻഡ്സെറ്റ് രൂപപ്പെടുത്താനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓർക്കുക, നിങ്ങൾ തോറ്റാൽ കരയാൻ നിങ്ങൾ മാത്രമേ ഉണ്ടാകൂ. എന്നാൽ നിങ്ങൾ ജയിച്ചാൽ കൂടെ നിൽക്കാൻ ഈ ലോകം മുഴുവൻ വരും. തീരുമാനം നിങ്ങളുടേതാണ്.